എന്നും രാത്രി ആവുമ്പോഴുള്ള എല്ലാ ലേഡീസിൻ്റെ ഒരു ടെൻഷനാണ്, നാളെ എന്ത് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ രാത്രി ദോശ അരച്ച് വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. രാത്രി ദോശ അരച്ച് വെച്ചാൽ പിന്നെ ഒരു സമാധാനം, രാവിലത്തേക്ക് പിന്നെ വേറെ ടെൻഷൻ വേണ്ട. പിന്നെ അത് എന്ത് കറി ഉണ്ടാക്കും, അതാണ് അടുത്ത ടെൻഷൻ. ചട്നി ഉണ്ടാക്കണോ സാമ്പാർ ഉണ്ടാക്കണോ എന്ന് കുറേ ആലോചിച്ചു. സാമ്പാർ ഇതുവരെ ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് കൊളാക്കണോ ഇല്ലെങ്കിൽ ചട്നി തന്നെ ഉണ്ടാക്കണോ എന്ന് കുറേ തിങ്കാക്കുമ്പോൾ ഹസ്ബൻഡിന് ചട്നി വേണ്ട. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഓക്കെ സാമ്പാർ ഉണ്ടാക്കാം. ഇങ്ങനെയല്ലേ ഉണ്ടാക്കി പഠിക്കുന്നത്. അങ്ങനെ യൂട്യൂബിൽ കണ്ട കുറച്ച് ഷോർട്സ് വീഡിയോസും എല്ലാം നോക്കി ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ റെഡിയായി. നമുക്ക് നല്ല ചൂട് മൊരിഞ്ഞ ദോശ ചൂടാം. സാമ്പാർ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ആരും ഇങ്ങനെയല്ല ഇതെന്താണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റായിട്ട് സാമ്പാർ ഉണ്ടാക്കുക. അതേപോലെ പല പൊടികൾ ഇടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പാർ ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല ചൂട് ദോശ ചുട്ടു. അതിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇനി ദോശയെന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും ചായ അത് നിർബന്ധം. ചായ ഇല്ലാതെ ഒന്നും നടക്കൂല. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ദോശ ആവുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നല്ല ചായയും സെറ്റാകുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും സാമ്പാറും നല്ല ഒരു ഗ്ലാസ് ചായയും സെറ്റ്. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. ഈ ലഞ്ചിനും സാമ്പാർ തന്നെ. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ടാക്കാം.